അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് ആഷിയും ഐഷുവും കൂടെ അതാ കോളേജ് വിട്ട് പോവുകയാണ്. ആഷിക്ക. എന്തടി ആഷിക്ക? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതെ, ആദ്യ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യോ? അവൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ചെയ്തിരിക്കും. എന്താ ഇക്ക? അവൾ ഒരുപാട് കരഞ്ഞ് മാപ്പ് പറഞ്ഞു. നമ്മൾ ക്ഷമിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആർക്ക് കുഴപ്പം? ഓഹോ, അപ്പോൾ നിങ്ങളുടെ ജീവിതമാണ് അവൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ പിന്നെ ആർക്ക് കുഴപ്പം? ഞാൻ ആഷിക്ക പറയാം. ഞാൻ അവളോട് എല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. അവൾ അത്രക്കും കരഞ്ഞാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ കോളേജിൽ നിന്നൊന്നും സസ്പെൻഡ് ചെയ്യണ്ട. അവൾ പറഞ്ഞല്ലോ ഇനി എന്നെ സസ്പെൻഡ് ചെയ്താൽ എന്നെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വിടില്ല എന്നുള്ളത്. വെറുതെ എന്തിനാപ്പോൾ നമ്മളൊരാളെ ഇടങ്ങാറാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഇല്ല ആഷിക്ക, ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യൂല. അവൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരിക്കൽ പോലും അവൾ അങ്ങനെ ചെയ്യൂല കേട്ടോ. ഷെഫി ഉസ്താദിനോട് ഇനി അതിനെക്കുറിച്ചൊന്നും പറയും വേണ്ട കേട്ടോ. ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഹബിക്കയും പൊരുത്തപ്പെട്ടു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്കല്ലേ അവൾ വന്നത്. അതൊരു പക്ഷേ ഉസ്താദിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും. അല്ല ഷി, ഞാൻ ചോദിക്കട്ടെ? എന്താ? അല്ല, ഞാൻ ഇന്ന് രാവിലെ ഒരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? സത്യം പറയണം. ആഷിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയുണ്ടല്ലേ? നീ ഒന്ന് പോടി പെണ്ണേ. അവൾ കരഞ്ഞ് മാപ്പ് പറയായിരുന്നു. ഞാൻ പലതവണ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ. പക്ഷെ ആ കുട്ടി പിടിച്ച പാട്. എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അറിയില്ല, ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ വല്ലതും തോന്നിക്കണോ എന്തോ അറിയില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ കൈ പിടിച്ച് കരഞ്ഞതിന് ഇപ്പോൾ ഞാൻ അവളെ എന്താന്നില്ലേ? നീ ഒന്ന് പോടി പെണ്ണേ, അതിനെക്കുറിച്ചൊന്നും പറയാതെ. അതിനെന്താ, അവൾ അറക്കൽ തറവാട്ടിലെ മോളാണ് കേട്ടോ. അവൾ തെറ്റ് ചെയ്തതിന് ഒരുപാട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പരീക്ഷിക്കരുത്. കാരണം നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ പഠിപ്പിച്ചത്. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. അതും ഞങ്ങൾ കോളേജിൽ പഠിച്ചു തന്നെയാണ്. അപ്പോൾ ഉസ്താദുമാർക്കും അല്പം ക്ഷമയൊക്കെ ആവാലോ. പക്ഷേ ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോഴേ എപ്പോഴും ക്ഷമിച്ച് ശരിയാവില്ലല്ലോ. അല്ലിക്ക, ഞാൻ സത്യം പറയണം, നമുക്ക് ഹാദിയക്ക് ക്ഷമിച്ചു കൊടുക്കാം കേട്ടോ. അതെ, അവൾക്ക് ഉസ്താദുമാരെ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെ തന്നെയായാലും അവൾക്കും നല്ലൊരു ഉസ്താദിനെ തന്നെ കിട്ടട്ടെ. എന്നിട്ട് വേണം ആ ഉസ്താദ് ഇടങ്ങേറാവൻ അല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഒരു ഇഷ്ടങ്ങളല്ലേ. ആ ഇഷ്ടം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കുന്നവരെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ദേഷ്യം എന്തൊക്കെയാണ് അവൾ കാണിച്ചത്. എന്തായാലും സാരമില്ല, എൻ്റെ ഇക്കൊന്ന് പുറത്ത് കൊടുത്തേക്ക് കേട്ടോ. എന്തായാലും ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് വാക്ക് തരണം. അതൊക്കെ തന്നതാണല്ലോ, ഇനി എന്താ പ്ലീസ്. ഇനിയും അങ്ങനെ പരീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെ ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു വരികയാണെങ്കിലേ എനിക്ക് തൗബയുണ്ടെന്ന് ചോദിച്ചാൽ അത് പറ്റിയില്ല എന്ന് പറഞ്ഞേക്കലാം. നിങ്ങൾക്ക് ഉസ്താദുമാരല്ലേ? ഓഹോ, അപ്പോൾ നിങ്ങളൊന്നായി നമ്മൾ വേറെയായി അല്ലേ? അല്ല വേണ്ട, സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് അതിൻ്റെ നിയമം. അതിപ്പോൾ ക്ഷമിക്കാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല. അതെ, ഈ സ്ഥാപനത്തിൽ തന്നെയാണ് ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചതും ഒക്കെ. നിനക്കിപ്പോൾ ഹാദിയെ രക്ഷിക്കണം, അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതെ ഇക്ക, സത്യമായിട്ടും അവൾ അത്ര എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എടി സത്യം പറഞ്ഞാൽ അസൂയ കൊണ്ട് കാട്ടിക്കൂട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു. നിനക്ക് ഒരു ഉസ്താദിനെ കിട്ടിയ സങ്കടവും ദേഷ്യവും എല്ലാം കൂടിയാണ് എനിക്കെന്നാ പറഞ്ഞത്. ഏതായാലും ബെസ്റ്റ്, നിങ്ങളിപ്പോൾ ഒന്നായി നമ്മൾ പുറത്തായി. അല്ലേക്ക, അതുകൊണ്ടല്ല അവൾ അത്ര എന്നോട് കരഞ്ഞ് പറഞ്ഞതാണ്. ഇനി നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അല്ല, നിൻ്റെ ഹബീബ് എന്താ പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിനിടയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അതങ്ങ് എന്നാൽ പിന്നെ അത് ചെയ്തൂടെ? തിങ്കളാഴ്ച പോയിക്കോണ്ടേ. നീ നാളെ സൺഡേ അല്ലേ? നാളെ ഇനിയിപ്പോൾ ഏതായാലും ക്ലാസ്സും ഇല്ല. എന്തായാലും പോവാം കേട്ടോ. ഓക്കെ, അതൊന്നും വൈകിപ്പിക്കണ്ട. നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ വേഗം പോവുക.
എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ നല്ലത്, അല്ലാതെ നാളെ നാളെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല. ഇക്ക, അല്ലിക്ക, പിന്നെ ഉമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇക്കാൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ. എൻ്റെയോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ, അമ്മായിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇക്ക എന്താ അറിയാത്ത പോലെ? നീ ഒന്ന് പോടി വേണേ, എൻ്റെ കല്യാണം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അതേ, നൂർജഹാനെ നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഹയ്യേ, എന്ത് ഈ പെണ്ണ് പറയണേ? നൂർജഹാനെ എൻ്റെ പെങ്ങളെ പോലെ കരുതുന്നതാണ്. അത് അമ്മായിൻ്റെ മോളും അമ്മോൻ്റെ മോനും അതൊന്നും ശരിയാവില്ല. എന്തപ്പോൾ ഇത്? കുടുംബം തന്നെ എനിക്ക് വേണ്ട, ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം അവരതാ അവിടെ വീട്ടിലെത്തുന്നു. മോനെ ആഷി, ഉമ്മ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെ, ഇന്ന് നേരം വൈകിയോ? നല്ല വെയിലും ഇല്ല, ഇനി ബൈക്കിന് പോകാൻ കഴിയുമോ? അപ്പോൾ ഒരു വെയിലാണല്ലേ, വൈകുന്നേരം ആയാലും ഉച്ചക്കൊക്കെ ഇങ്ങനെ. ഇനിയിപ്പോൾ ഹേയ് അത്രയൊന്നുമില്ലമ്മ. മോനെ, എന്നോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്തു ഉമ്മ? അതെ, ഒരു കല്യാണക്കാര്യത്തെക്കുറിച്ച് തന്നെ. നമ്മളെ നൂർജല്ലേ, നൂറു? ആ. എന്താ ഉമ്മ? എനിക്കാണത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലാണോ? അല്ല മോനെ, അനക്കാണ്. നൂറുവിനെ കൊണ്ട് കല്യാണം, അമ്മായിൻ്റെ മോളെ കൊണ്ടുമ്മ കല്യാണം. ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെ കരുതുന്ന കുട്ടിയാണത്. ആ പെണ്ണിനെയൊക്കെ ഞാൻ എന്തോ ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയത് ഒരു ഭാര്യയുടെ സ്ഥാനത്തൊക്കെ അവളെ കാണുക? ഉമ്മ, എൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ കൊണ്ടു നടന്ന കുട്ടിയല്ലേ. എനിക്ക് എൻ്റെ ഐഷുവിനെ പോലെ തന്നെയല്ലേ ഓള് ഭാര്യയാക്കാനൊക്കെ പറ്റുന്ന കാര്യമാണമ്മ. എന്തമ്മ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ പൊന്നുമോനക്ക് ഇഷ്ടമില്ലേ? വേണ്ട അല്ലേ? ഇനിയിപ്പോൾ തിരഞ്ഞ് എവിടുന്ന് കിട്ടാനാ മോനെ? ഇപ്പോൾ ഈ പെൺകുട്ടി ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണും കിട്ടണില്ലേ? അപ്പോൾ ഇങ്ങനെ എൻ്റെ ബാപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, പോലും ഇങ്ങനെ ആവശ്യപ്പെട്ടും ചെയ്തു. എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ, അറിയണോരല്ലേ ഉമ്മ. അതൊന്നും നടക്കില്ലമ്മ. അതൊക്കെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആങ്ങളും പെങ്ങളും മക്കളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം മുഴുവൻ തെറ്റുന്ന കേസാണ്. നമ്മളതിനെ നിൽക്കാൻ പാടില്ല. മോനെ, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അതെ ഉമ്മ, എനിക്ക് ഐഷുവിനെ പോലെയാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. നൂറ് ചെറിയ മോളല്ല, ഓളെ ഞാൻ എൻ്റെ പെങ്ങളെ കൂട്ടത്തിലെ കൂട്ടിയിട്ടുള്ളൂ ഉമ്മ. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. മോനെ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഓൾക്ക് പറ്റിയ ആലോചനയൊക്കെ ഉണ്ടെന്ന് പറയണ്ടിട്ടാ. ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഏതാ അല്പം കഴിഞ്ഞപ്പോൾ അമ്മായി വിളിക്കുന്നു. ഹലോ, എന്തായി? മോൻ വന്നോ? ആഷി വന്നോ? പൊന്നാരൻ്റെ താത്ത, ആശയൊക്കെ വന്നു. ആശി പറഞ്ഞത് നൂറിൻ്റെ പെങ്ങളല്ലമ്മ, പെങ്ങളെങ്ങനെമ്മ കല്യാണം കഴിക്കുക? ആ, രക്തബന്ധം അല്ല എങ്കിലും കല്യാണം കഴിക്കാൻ പറ്റും. എന്നാലും പെങ്ങളെപ്പോലെ കരുതിയതല്ലേ ഞാൻ ഓളെ. എൻ്റെ ഒപ്പം കളിച്ച് വളർന്ന കുട്ടിയല്ലേ. ഓളെ നിക്കാഹ് കഴിക്കാന്നൊക്കെ പറഞ്ഞാലും എനിക്കൊരു ഇടങ്ങാറ് തോന്നുകയാണ്. എനിക്ക് ഓളൊന്നും പെങ്ങളെ സ്ഥാനത്ത് തന്നെ മതി എന്നാണ് പറയണത്. അങ്ങനെയാണോ? എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഞാൻ നൂറിനോട് പറഞ്ഞപ്പോൾ ഓൾ അതേ കാര്യം തന്നെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ആശ്വസ്താതൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഇക്കാക്കാൻ്റെ രൂപത്തിൽ കണ്ടതല്ലേ, എനിക്കങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡ് ആക്കുക, അങ്ങനെയാണ് അവളും പറഞ്ഞത്. ആ, എന്നാൽ പിന്നെ വേറെ നോക്കല്ലേ. എന്നാലും മനസ്സിക്ക് ഇങ്ങനെ തോന്നി, ആഷി നല്ലൊരു കുട്ടിയാണ്, നല്ല ദീനീബോധവും നല്ല അച്ചടക്കവും ഒക്കെ ഉള്ള സുന്ദരനായ ഒരു മോനാണ്. അപ്പോൾ പിന്നെ നൂറുവിന് പറ്റിയ ഇത് അതാക്കാലോ, അങ്ങനെ വിചാരിച്ച് വിളിച്ചാണ്. എന്താ നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പറയട്ടോ. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനമൊക്കെ എടുക്കാം. ആ, ആയിക്കോട്ടെ. ഓന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇതാക്കട്ടോ. എന്നിട്ട് പറയണ്ട് ഇൻഷാ അല്ലാഹ്. നേരെ ഏതാ അവൾ ഫ്രഷ് ആകുവാൻ വേണ്ടി ഐഷു റൂമിലേക്ക് പോയി. ഇനിയിപ്പോൾ മേലക്കാണ്ട് കയറി കിട്ടിയപ്പോഴൊന്നും കിട്ടി ഇറങ്ങൂല. പുതിയാപ്പിളിൻ്റെ വിളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഓളഞ്ഞ് കാത്താൽ മതി. ഈ ചായയും കടി വന്ന് കുടിച്ചോളി രണ്ടാളും. ഉമ്മ ദേഷ്യപ്പെട്ടു. ഐഷു, ഇടി കണ്ടോ, ഓള് റൂമിലേക്ക് പോയി, ഇനി വരില്ല. ആ, നിങ്ങൾ രണ്ടാളും ഒപ്പം ചായ കുടിക്കലും വർത്താനം പറയലും കൊത്തലും പറച്ചിലൊക്കെ നിങ്ങളുടെ കഴിയുമ്പോത്തിന് ഓളിഞ്ഞിപ്പോൾ ഇപ്പോൾ കാക്കണ്ട. അതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് കയറിപ്പോയപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് അതാ ഐഷുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. പഠിച്ചോനെ, ഹാദിയ. ഐഷു, പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കടി. നീ ആഷിസ്താനോട് പറഞ്ഞാൽ നിൻ്റെ ഇക്കാക്കയല്ലേ, നിൻ്റെ ആങ്ങളയല്ലേ, എന്നെ ദയവായി. എനിക്ക് അത്രക്കും ഞാൻ പേടിച്ചിട്ടാണടി. എനിക്കൊരിക്കലും പിന്നെ പഠിക്കാൻ കഴിയൂല. എന്നെ വീട്ടിൽ നിന്ന് വിടുമില്ല. എന്നോട് എപ്പോഴും പറയും ഇതോടുകൂടി എൻ്റെ പഠിപ്പ് നിർത്തുന്നു. എനിക്ക് പേടിയായിട്ടാണടി. ദയവായി എന്നെ ആ കോളേജിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് പറയടി. വോയിസ് മെസ്സേജ് വളരെയധികം നീണ്ടൊരു മെസ്സേജായിരുന്നു അത്. ശരിക്കും ഐഷുവിന് അത് കേട്ടപ്പോൾ
ഹാദിയ നീ വിഷമിക്കണ്ടടി, അതൊന്നും സാരല്ല. കാരണം അതൊക്കെ ഏതെല്ലാം തെറ്റ് പറ്റിപ്പോയില്ലേ, ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ഇല്ലടി, ഞാൻ കാല് പിടിച്ച് പറഞ്ഞല്ലേ. സത്യം പറഞ്ഞാലടി എനിക്ക് ഉസ്താദിനെ നല്ല ഇഷ്ടമാണ്. അത് ഹബീബ് ഉസ്താദിനെ എന്നല്ല, ഏത് ഉസ്താദുമാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉസ്താദ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും പോലെ അല്ലല്ലോ, അത് അവർക്ക് എല്ലാവരെക്കാളും കൂടുതൽ കെയറിങ് ആയിരിക്കും, അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹമായിരിക്കും, അവർ നമ്മളോട് ഒരുമിച്ച് സംസാരിക്കും, അതുപോലെ തന്നെ അവർ നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ, ഒരിക്കലും ഭാര്യയെ ബുദ്ധിമുട്ടാക്കില്ല, അങ്ങനെയൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കും വേണ്ടി ഉസ്താദന്മാർ അത്രയ്ക്കും ഇഷ്ടമാണ്. അങ്ങനെയാണ് ഹബീബ് ഉസ്താദ് നമ്മൾ കോളേജിലേക്ക് വന്നതൊക്കെ. അതിനു മുമ്പ് എല്ലാ ഉസ്താദന്മാരെയും ഇഷ്ടമാണ്. പക്ഷെ പിന്നെ പെട്ടെന്ന് നിങ്ങളെ നിക്കാഹും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് അസൂയ തോന്നിയിടി. എന്തായാലും അവൾക്ക് നല്ലൊരു സുന്ദരനായ ഉസ്താദിനെ കിട്ടിയല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയായിരുന്നു നിന്നോട്. അതെന്തപ്പോൾ ചെയ്യുക, എൻ്റെ മനസ്സിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നതായിരുന്നടി. അപ്പോൾ ദയവായി നീ ഒന്ന് പറഞ്ഞ് റെഡിയാക്കണം ആഷിയോട്. നേരെ ആ ഒരു വോയിസ് മെസ്സേജ് അതാ ആഷിഖ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് അവൾ വിട്ടുകൊടുത്തു. ഇതിപ്പോൾ എന്താ, ഇതാരെ വോയിസാ? എടി പ്ലീസ്. അതെ, ഹാദിയെ കരഞ്ഞുകൊണ്ട് പറയുന്ന. സത്യം പറഞ്ഞാൽ ആഷിഖ് ഉസ്താദിന് ചിരിയാണ് വന്നത്. ബെസ്റ്റ്. അതെ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കണം എന്നാണല്ലോ. വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അതുകൂടെ നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക്, ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് പണിഷ്മെൻറ്റ് തരേണ്ടതെന്ന്. നേരെ ആ വോയിസ് അവൾ നേരെ ഹാദിയക്ക് വിട്ടെടുത്തു. ഒരിക്കലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. അതെ, ആഷിഖ് ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദം അവളുടെ ചെവിയിലേക്ക് പതിച്ചു. അവൾ വീണ്ടും വീണ്ടും അത് കേട്ടു. അതെ അതെ, ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്താൽ എന്ത് പണിഷ്മെൻറ്റ് വേണം അതുകൂടി ചോദിക്ക്. അതായിരുന്നു അത് ഹാദിയുടെ മനസ്സിലേക്ക് വല്ലാതങ്ങ് കയറിപ്പോയി. അതെ, ആഷിഖ് ഉസ്താദിനോട് അവൾക്ക് ചെറിയൊരു മുഹബത്ത് തോന്നി തുടങ്ങിയോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും അവൾക്ക് പേടിയുണ്ടായിരുന്നു. റബ്ബേ, ആഷിഖ് ഉസ്താദിനെങ്കിലും കുറച്ച് ദയ കാണിച്ചിരുന്നെങ്കിൽ. അവൾ വീണ്ടും ഐഷുവിന് മെസ്സേജ് അയച്ചു. പറയേ ആഷിഖ് ഉസ്താദിനോട് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. അഥവാ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ തന്നെ എൻ്റെ കാറ് ഞാൻ ആഷിഖ് ഉസ്താദിന് കൊടുക്കുമെന്ന് നീ പറ. അതെ, ഞാൻ സ്വന്തമായി എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് വാങ്ങിച്ചു തന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ആ ഒരു കാറ്, ഇത് സത്യമാണ്. ഈ വോയിസ് വേണമെങ്കിൽ എടുത്തു വെച്ചോ. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ആഷിഖ് ഉസ്താദിന് വേണ്ടി ഞാൻ സമർപ്പിക്കുമെന്ന് നീ പറ കേട്ടോ. ഐഷു അതെല്ലാം കേട്ട് ചിരിച്ചു. പെട്ടെന്ന് ആഷിഖ് ഉസ്താദ് ഇടീ തുറക്ക്, ഓളുണ്ട് വാതിലടിച്ച് പൊട്ടി തുടങ്ങും. തുറക്ക്. എന്താ നീ അങ്ങോട്ടും ഇങ്ങോട്ട് വോയിസ് ഇട്ട് കളിക്കണോ? പിന്നെ എൻ്റെ വോയിസ് നീ ഫോർവേഡ് ചെയ്യരുതിട്ടോ. അല്ല, അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു, നന്നായി. നിൻ്റെ മണ്ടക്ക് ഞാൻ തന്നാലുണ്ടല്ലോ. നീ എന്തിനാ പെണ്ണത്? അതേ ആഷി, ഈ ഒരു വോയിസ് കേട്ടോ. ഇനി അങ്ങനെ ആവർത്തിച്ചാൽ അതിനുള്ള പണിഷ്മെൻറ്റ് എന്താന്ന് അതിനുള്ള ഉത്തരതാ. അതെ, എനിക്ക് എൻ്റെ ഉപ്പ വാങ്ങി തന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ആ കാർ ആഷിക്ക് നൽകും. അതുമാത്രമല്ല എൻ്റെ ജീവനും നൽകും. ശരിക്കും? ഐഷു അത് കേട്ട് ചിരിച്ചു. ബെസ്റ്റ്. ഇപ്പോൾ കേസ് തീർക്കാൻ നടന്ന ആളുകൾ തമ്മിൽ മുഹബത്ത് അല്ലേ? നടക്കട്ടെ. അവൾ അതും പറഞ്ഞുകൊണ്ട് കോണി ഇറങ്ങി താഴേക്ക്. ഡി പെണ്ണേ, മിണ്ടി പോരുത്, ഉമ്മാനോടെങ്ങാനും പറയട്ടോ ഇത്. അയ്യേ, സത്യം പറഞ്ഞാൽ ആഷിഖ് ഉസ്താദിന് തന്നെ ചിരി വന്നു അത് കേട്ടപ്പോൾ. ഡി, ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് കാണിച്ചത്. സ്ത്രീധനൊക്കെ ഇവിടെ സെറ്റായി അല്ലേ? എന്തൊക്കെയാണ്, ലക്ഷക്കണക്കിന് രൂപ വരുന്ന ആ ഒരു കാറ് അവളുടെ ജീവൻ തന്നെ തരും. ബെസ്റ്റ്. എൻ്റെ ആഷിക്ക, ഇത് എങ്ങനെ ഒത്തു വന്നു? എൻ്റെ റബ്ബേ. അപ്പോൾ ഏതായാലും വലിയ വാദിക്കുന്ന ആളുകളായിരുന്നു. കേസ് തീർക്കാൻ നടക്കുന്ന ആൾ അത് കേസുകാരിയെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇപ്പം ഇത്. ബെസ്റ്റ്. നീ ഒന്നും മിണ്ടാതിരി പെണ്ണേ, നീ ആവശ്യമില്ലാത്തത് വെറുതെ ഒരു പറഞ്ഞുണ്ടാക്കണം. ആഷിക്ക, ഇനി ഒന്നും പറയണ്ട. അതന്നെ. സത്യം പറഞ്ഞാൽ ആഷിയുടെ മനസ്സിലേക്ക് എന്തൊക്കെ കടന്നു വന്നു. ഡി പെണ്ണേ ഐഷു, ഹബീബ് ഉസ്താദിനോട് ഉമ്മയോടൊന്നും പറയല്ലോ. അവൾ എന്തൊക്കെയാ പൊട്ടുന്നത്, എന്തെങ്കിലും വോയിസ് വേണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജീവൻ തന്നെ തരാം അതല്ലേ പറഞ്ഞത്.
എൻ്റെ ജീവൻ തന്നെ ഞാൻ കൊടുക്കുമെന്ന്. വേണ്ട വേണ്ട, ഇനി കൂടുതലൊന്നും പറഞ്ഞു കൂട്ടണ്ട. അല്ലെങ്കിൽ ഓൾക്ക് ഉസ്താദുമാരോട് ഒരു മുഹബത്താണത്രേ. ആ ആ മനസ്സിലായി, നടക്കട്ടെ നടക്കട്ടെ. എടി പെണ്ണേ, മിണ്ടി പോകരുത്. ഉമ്മാ, ഇത് കേട്ടോ, ഇതാ ഒരു വോയിസ്. ഐഷു, ദേ ഞാനുണ്ടല്ലോ ഫോണെടുത്ത് വെള്ളത്തിൽ ഇടും, മിണ്ടി പോകരുത്. ആഷി ഐഷുവിൻ്റെ പിന്നാലെ ഓടി. എടി പെണ്ണേ, ഇവിടെ വന്നേ. വേണ്ടട്ടോ, ഞാൻ ഉമ്മക്ക് വോയിസ് കേൾപ്പിച്ച് കൊടുക്കും. അതെ, വാ ഇക്കൊരു സാധനം നിറവിടെ വന്നേ. എൻ്റെ പൊന്നാരിക്കാക്ക എന്നെ അങ്ങനെ പറ്റിക്കണം, എന്നെ കുറേ കളിയാക്കിയില്ലേ. അതെ, ഇക്കാൻ്റെ മനസ്സിലും ഒരു മുഹബത്തുണ്ടല്ലേ. ഇല്ലട്ടോ, ഞാനങ്ങനെ വിചാരിച്ചിട്ട് പോലില്ല. ആ രാവിലെ എൻ്റെ ഇക്കയുടെ കൈ പിടിച്ച് അവൾ കരഞ്ഞതും ഇപ്പം ജീവൻ തരാമെന്ന് പറഞ്ഞതും ഉപ്പ വാങ്ങിത്തന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കാറ് തരാമെന്ന് പറഞ്ഞതും ഒക്കെ ബെസ്റ്റ് ബെസ്റ്റ്. ആ ആ നടക്കട്ടെ. പിന്നെ കോടീശ്വരിയാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പാവങ്ങളെ ഒന്നും മറക്കല്ലേ. എടി പെണ്ണേ, നീ മിണ്ടാതിരിക്കുക. എന്താ മക്കളെ ഈ രണ്ടും കൂടി ഇങ്ങനെ? സ്കൂൾക്ക് പോകുമ്പോഴും ഇങ്ങനെ വന്നാലും ഇങ്ങനെ ഒരു സുഖവും സമാധാനം. രണ്ടൊക്കെ ചൂടുള്ള ചട്ടകത്തിൻ്റെ കുറവാണ് അടിൻ്റെ. എപ്പോഴും കിള്ള കുട്ടികളെ മാറി കൊത്തിക്കൊണ്ട് ഒരാൾ അങ്ങോട്ട് മണ്ടു, ഒരാൾ പിന്നാലെ മണ്ടണ്. എന്താണെന്നില്ലേ, ഒരാൾ നിൽക്കാതെ കഴിഞ്ഞാണ്, ഒരാൾ കെട്ടാൻ പ്രായമായി നിൽക്കുകയാണ്. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല ഓലെ. അമ്മാ, പിന്നെ നിങ്ങളെ മരുവള് സെറ്റായിക്കണം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് ഐഷു അതാ അങ്ങോട്ട് ഓടുന്നു. എടി പെണ്ണെ, മിണ്ടി പോകരുത്. എന്തടി, എന്താ പറഞ്ഞത്? ഉമ്മ ചോദിച്ചു. ഒന്നുമില്ലേ ഉമ്മ. ആ പെണ്ണ് വെറുതെ പൊട്ടത്തി പെണ്ണ് പറയാണ്. എന്താ ഉമ്മ നിങ്ങൾക്ക് ഓളെ വർത്താനോ? അല്ല ശേ, അങ്ങനെ ഉണ്ടെങ്കിൽ പറയാലോ എൻ്റെ കുട്ടിക്ക്. ഏതായാലും ഇപ്പോൾ കെട്ടാൻ പ്രായമായിക്കണ്, കല്യാണാലോചന വരവും തുടങ്ങിക്കണ്. എൻ്റെ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കുട്ടി പഠിപ്പിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഉമ്മയുടെ മനസ്സിൽ സന്തോഷം, പുഞ്ചിരി. എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? ഓള് വെറുതെ ഓരോ ഭ്രാന്തി വിളിച്ച് പറയാൻ. അല്ല മോനെ, ഞാൻ കാര്യത്തിലാണ്. അങ്ങനെ ഉണ്ട്, ആയിക്കോട്ടെ. എടി ഐഷുവോ? ആ എന്തോ ഉമ്മ? അങ്ങനെ എന്തേ ഉണ്ട് എടി? ഉണ്ടെങ്കിൽ പറഞ്ഞാളി, നടത്താലോ. ഇതിപ്പോൾ എൻ്റെ ഇപ്പം എത്ര എളുപ്പം കഴിഞ്ഞു. നിൽക്കാതെ കഴിഞ്ഞിട്ട് ഒരാളായി. ഇതിപ്പോൾ ഇങ്ങനെ ഇജു ഓനോ അങ്ങനെ വർത്താനം പറയും. എൻ്റെ ആശു ഒറ്റക്കല്ലേ, മിണ്ടാനും പറയാനും ഓൾക്കും ഒരാളും വേണ്ടേ ഓൻക്കും. അപ്പോൾ പിന്നെ അതെങ്ങനെ പറഞ്ഞാൽ പോരെ? എൻ്റെ ഉമ്മ എന്നെ അടിക്കും, അതാണ് ഞാൻ മിണ്ടാത്തത്. അങ്ങനെ എന്തേ ഉണ്ടോ മോനെ? എൻ്റെ പൊന്നാരുമ്മ, എന്താ നിങ്ങൾ? ആഷിക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ചാണ് വരുന്നത്. എന്നാൽ ഐഷു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഐഷുവിൻ്റെ ഫോണ് വാങ്ങാൻ വേണ്ടി അവൻ പോകുന്നു. അതെ, വോയിസ് ഉണ്ട് എൻ്റെ അടുത്ത്, അതേ ഉമ്മ കേൾപ്പിച്ച് കൊടുക്കും. ഐഷു പ്ലീസ് പെണ്ണേ, പ്ലീസ്. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വിചാരിച്ചോ? ഇപ്പോൾ വിചാരിച്ചോ ഇല്ലേ? അതെ, എന്താ ഓൾക്കെന്താ? വലിയ കോടീശ്വരി പെണ്ണാണല്ലേ, സൗന്ദര്യത്തിന് ദേവതയാണ്. എന്താ സൗന്ദര്യം. ക്ലാസ്സിലെ ഓളാണ് വലിയ നല്ല ഗമൻ ചാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം പാവയ്ക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം പാവാണ്. എന്താ പറ്റൂലേ? ഇടി പെണ്ണേ, നീ വേണ്ടാത്ത നിൽക്കണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ആഷിക്ക് വരെ ചിരി വന്നു. ഒന്നും മിണ്ടാതെ പെണ്ണേ അവിടുന്ന്. ഓരോന്ന് കിട്ടിയിട്ട് വരും. ആഷി സത്യം പറ, മനസ്സിനുള്ളിൽ ചെറിയൊരു ഒന്ന് പെണ്ണേ, ചെറിയൊരു മുഹബത്ത്, ചെറുതായി, കൂടുതലല്ല, തുടക്കം. നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അത് പറഞ്ഞുകൊണ്ട് അതാ ഐഷുവിൻ്റെ ഫോണ് അവൻ തട്ടിപ്പറിച്ച് വാങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും അവൾ ആ ഫോണ് ഉമ്മയുടെ അരികിൽ കൊടുത്തു. ഉമ്മ, ഇത് പിടിച്ചോളി. അതിൽ ഒരു വോയിസ് ഉണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഐഷു പ്ലീസ്, ദയവായി. എന്നാൽ ആയിക്കോട്ടെ, ഓക്കെ. എന്നാൽ ഇനി കളിയാക്കൂലല്ലോ. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കഥ 20,000 25,000 ആളുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വെറും 7,000 8,000 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് എനിക്കറിയാം. അറിയാത്തവരുണ്ടോ? അറിയണമല്ലോ ഒന്ന് ചെയ്യട്ടോ. അറിയാത്തവർ ഇനി ചെയ്തില്ലായിട്ട് കുഴപ്പമില്ല. കാരണം ചിലർക്ക് നെക്കാണെന്നത് അറിയുന്നുണ്ടാവില്ല. വെറും കഥ കേൾക്കാൻ മാത്രമേ കഴിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ലൈക്ക് അത് പിന്നെ ചെയ്യാൻ എല്ലാവർക്കും കഴിയുമായിരിക്കും അല്ലേ? ഒരു വിരലിൻ്റെ ചിഹ്നം ഉണ്ടാവില്ലേ, ജസ്റ്റ് അവിടെ തൊട്ടെടുത്താൽ തന്നെ ലൈക്കായി. എന്തായാലും നിങ്ങൾ തരുന്നൊരു സമ്മാനമായിട്ട് ഞാനത് സ്വീകരിക്കും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ.
എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ വിവാഹപ്രായമായ ഒരുപാട് ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ സ്വാലിഹായ ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.